ഹായ് ഡിയേഴ്സ്, ഒരുപാട് ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു പാൽക്കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മധുരം ഉള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൊഴുക്കട്ട റെഡിയാക്കാനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുക്കുമ്പോൾ പകുതി പുട്ടുപൊടിയും അതുപോലെ ബാക്കി പകുതി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ്, ഒരുപാട് തിളച്ച വെള്ളമൊന്നുമല്ല. ഇതുപോലെ ഉപ്പ് ചേർത്ത് അളവ് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി. നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടി ബോൾസ് ഉണ്ടാക്കുന്ന പരുവത്തിലെത്തുന്നവരെ ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഒന്ന് ബോൾസ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ചെറുതൊന്നുമല്ല, എന്നാൽ ചെറുത് ഉണ്ടാക്കിയാലായിരിക്കും കൂടുതൽ കാണാനും അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വിഷമം പിടിച്ചൊരു പണിയാണ് ഇതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ബാക്കി എല്ലാ സ്റ്റെപ്പും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് ചൂടാക്കിയെടുക്കണം. ഏകദേശം 2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസൊക്കെ ഇട്ട് കഴിയുമ്പോഴൊക്കെ ഏകദേശം നമ്മൾ പാലൊന്ന് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പതിയെ ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്ത കൊഴുക്കട്ടയൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ കൊഴുക്കട്ട പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൊഴുക്കട്ട തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് വിട്ടു കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു കൊഴുക്കട്ടകളൊക്കെ വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൊഴുക്കട്ട ഏകദേശം വെന്ത് കിട്ടി എന്ന് തോന്നുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പഞ്ചസാര ചേർക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഏലക്കായ് പൊടിച്ചതുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയില്ലാത്തത് കൊണ്ട് ഏലക്കായുടെ കുരു മാത്രം ചതച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ പാൽക്കൊഴുക്കട്ട ഇവിടെ കുറുകി നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും അത് പാകത്തിന് തിക്കായിട്ട് വരും. നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അവസാനം ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്താൽ പാൽ കൊഴുക്കട്ടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം, കാരണം കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പോൾ വീണ്ടും തിക്കായി വരും. അതുകൊണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് കൊഴുക്കട്ടയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശർക്കര ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടി അറിയിക്കുക. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് ഗ്യാപ്പിന് ശേഷം തിരിച്ചെത്തിയത് കൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയില്ല ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഓൾ.